ഡോക്ടർ വന്ദനാദാസിൻ്റെ കൊലപാതകിക്ക് ശിക്ഷ വിധിച്ചു. കൊല്ലം അഡീഷണൽ സെഷൻ ജഡ്ജി PN വിനോദിൻ്റെയാണ് ശിക്ഷ. അദ്ദേഹം പ്രതി വെള്ളിയം ചെറുകരക്കോണം സന്ദീപ് എന്ന അധ്യാപകന് ജീവപര്യന്തം തടവും 30 വർഷത്തിൻ്റെ കഠിന തടവും 1,00,000 രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. സുപ്രധാനമായ ഒരു വിധി തന്നെയാണിത്. നമ്മളെല്ലാവരും ഇയാളെ തൂക്കാൻ വിധിക്കണം എന്നാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. റയറസ്റ്റ് ഓഫ് റയർ കേസിൽപ്പെട്ടതാണ് എന്ന് എല്ലാവരും കരുതി. അതുകൊണ്ട് തീർച്ചയായിട്ടും ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തൂക്കുകയർ കൊടുക്കും എന്നാണ് പൊതുവെ കരുതിപ്പോകുന്നത്. എങ്കിലും വിധി ആ തൂക്കുകയറിലെ വിധേയനാകുന്ന ആൾ 2-3 സെക്കൻഡിനകം തൂക്കിക്കൊല്ലാൻ നേരത്തെ 2-3 സെക്കൻഡിനകം അയാൾ പിടഞ്ഞ് മരിക്കുന്നതാണ്. പക്ഷേ ഇതങ്ങനല്ല ഈ വിധി. അതായത് ആ പ്രതിയുടെ മരണം വരെ ജയിലിൽ ആ കഠിന തടവിന് കിടക്കണം. അതാണ് സുപ്രധാനമായ വിധിയുടെ പ്രസക്തി. ആ പെൺകുട്ടി ഡോക്ടർ വന്ദനാദാസിൻ്റെ അമ്മ വസന്തകുമാരി കരഞ്ഞുകൊണ്ട് പത്രക്കാരെടുത്ത് പറയുന്നത് നമ്മൾ കേട്ടു. എൻ്റെ മകള് വേദന അനുഭവിച്ചു, അവളുടെ നിസ്സഹായാവസ്ഥ നമ്മൾ കണ്ടു. അങ്ങനെയുള്ള ഒരാൾ അതേ വേദനയോടെ അയാൾ ശിക്ഷ അനുഭവിക്കണം. അയാൾ 2-3 ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്താൽ 2-3 മിനിറ്റ് നേരത്തേക്കുള്ള വേദനയുള്ളൂ. അയാളുടെ മരണം വരെ അയാൾ ജയിലിൽ കിടന്ന് വേദനയും അയാൾ അനുഭവിക്കണം. അതാണ് ആ കേസിൻ്റെ സുപ്രധാന വിധിയെ. അതുകൊണ്ട് ജഡ്ജി തീർച്ചയായിട്ടും ആ കേസിൻ്റെ നാൾ വഴി കൂടെ സഞ്ചരിച്ചപ്പോൾ അമ്മയുടെയും ആ പിതാവിൻ്റെയും വേദനകളും അതോടൊപ്പം തന്നെ മരണപ്പെട്ട ഡോക്ടർ വന്ദനദാസ് അനുഭവിച്ച ആ വേദന, ആ പ്രതിയുടെ കയ്യിൽ കിടന്ന് 27 തവണ ആ കത്രി കൊണ്ടുള്ള കുത്തേറ്റ് മരണമടഞ്ഞ ആ കുട്ടി അനുഭവിച്ച വേദനകൾ നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ കൂടി കഴിയില്ല. അതാണ് അമ്മ പറഞ്ഞത്. 40-45 കിലോ വെയിറ്റുള്ള എൻ്റെ മകള് നിസ്സാവസ്ഥയിൽ ആരും സഹായിക്കാനല്ലാതെ അയാളുടെ കത്രിയേക്ക് ഇരയായ ആ വേദനയെ, അവളുടെ ആ അവസ്ഥയും അമ്മ ഓർത്തെടുക്കുകയും കണ്ണീരണിയുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് ഈ ശിക്ഷ കഠിന ശിക്ഷ തന്നെയാണ്. തൂക്കിക്കൊല്ലുന്ന കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ 2-3 മിനിറ്റിൻ്റെ വേദന മാത്രമേ ആ മനുഷ്യന് അനുഭവിക്കുള്ളൂ. അത് പോരാ. അതുകൊണ്ട് ഈ അഡീഷണൽ സെഷൻ ജഡ്ജി PN വിനോദിൻ്റെ സുപ്രധാനമായ വിധി എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം അമ്മയുടെ വേദനകൾ ആ കേസിൻ്റെ സാഹചര്യത്തിൽ കൂടെയൊക്കെ കൃത്യമായി ജഡ്ജി കടന്നുപോയി. ഇവനെ അങ്ങനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത പോയത്, ജഡ്ജ്മെൻറ്റ് പോയത്. അതുകൊണ്ടാണ് അദ്ദേഹം ഓരോ ഓഫൻസും, കാരണം ഡോക്ടർ വന്ദനയോടൊപ്പം അവിടെ പരിക്കേറ്റവരും കുത്തേറ്റവരും ധാരാളം പേരുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവിടുത്തെ ജീവനക്കാരുണ്ട്, അവിടുത്തെ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളുടെ ഒപ്പം കൂട്ടുനിന്ന പലരും ഇവിടെ വന്ന് രക്ഷിക്കാൻ നോക്കി, അവർക്കുമൊക്കെ കുത്തും പരിക്കേറ്റു. അതുകൊണ്ട് കൃത്യമായി ഓരോ സംഭവത്തിനും എന്തൊക്കെ ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന് ജഡ്ജി കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അത് 307 അറ്റംപ്റ്റ് ടു മർഡർ, കൊല്ലാനുള്ള ശ്രമം, അവിടെ പലർക്കും മാരക പരിക്കേറ്റിട്ടുണ്ട്. അതെന്തായാലും 10 വർഷം അത് കൊടുത്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവിടെ കഠിനമായ ദേഹോത്തരം ഏൽപ്പിച്ചിട്ടുണ്ട്. ഗ്രീവിയസ് ഹർട്ട് 326 IPC, മറ്റേത് 307 ആണ് അറ്റംപ്റ്റ് ടു മർഡർ. 326 ഗ്രീവിയസ് ഹർട്ട്, കഠിന ദേഹോത്തരം, അത് 7 വർഷത്തെ ശിക്ഷ. അപ്പോൾ 10-7 17 വർഷമായി. പിന്നെ കത്തി കൊണ്ടൊക്കെ കുത്തിയിട്ടുണ്ട്. ഹർട്ട് 324, അത് 3 വർഷത്തെ ശിക്ഷ അതിനും കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ചിലരെ ഉപദ്രവിച്ചിട്ടുണ്ട്. 323, അത് വോളണ്ടറി കോസിങ് ഹർട്ടാണ്, 1 വർഷത്തെ തടവ്. അങ്ങനെ ഏകദേശം 30 വർഷത്തെ തടവ്. പക്ഷേ അയാൾ 2-2.5 വർഷത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ട്, റിമാൻഡ് പീരീഡിൽ കിടന്നിട്ട് എല്ലാം കൂടെ അങ്ങനെ കുറവൊക്കെ വരുത്തി കഴിഞ്ഞാൽ അത് 18 വർഷമായിട്ട് ചുരുങ്ങും. അപ്പോൾ 30 വർഷം കഴിഞ്ഞാൽ ജീവപര്യന്തം തടവ് തുടങ്ങാൻ പാടുള്ളൂ എന്നാണ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ 30 വർഷത്തിൽ കുറേ റെമിഷനായിട്ട് കുറേ വർഷങ്ങൾ പോയിട്ട് 18 വർഷം കിടന്ന് അതിന് ശേഷം മാത്രമാണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തുടങ്ങുക. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ജീവിത അവസാനം വരെ ജയിലിൽ കിടക്കുക എന്നുള്ളത്, അതാണ് അദ്ദേഹത്തിൻ്റെ വിധി. ഇനി സൂര്യവെളിച്ചം കാണത്തില്ല, വെളിയിലോട്ട് ഇറങ്ങാൻ കഴിയില്ല, ജയിലിൽ തന്നെ ശിഷ്ടജീവിതം കഴിയണം. ആ രീതിയിലുള്ള
കഠിനമായ ഒരു ശിക്ഷ തന്നെയാണ് അഡീഷണൽ സെഷൻ ജഡ്ജി PN വിനോദ് കൊടുത്തത്. ഏതായാലും നിരാശപ്പെടാനില്ല പ്രോസിക്യൂട്ടർക്കും ആ കേസിൻ്റെ DYSP MN ജോസിനും. MN ജോസ് കൃത്യമായി കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കൃത്യമായ സാക്ഷികളെ കൊണ്ടുവന്നു. അവരെല്ലാം കോടതിയിലെ മൊഴി കൊടുപ്പിച്ചു. പ്രോസിക്യൂഷന് വളരെ ഹെൽപ്ഫുള്ളായിട്ട് DYSPയും അവിടുത്തെ SP ML സുനിലും കൂടെ നിന്നു. ഏതായാലും നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റർ തന്നെയാണ് MM ജോസ്. കാരണം ഇതിനു മുമ്പ് 1-2 കേസുകൾ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കേസും കൃത്യമായി അദ്ദേഹം ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൻ്റെ സാക്ഷികളെല്ലാം കൃത്യമായിട്ട് വന്നു, മെറ്റീരിയൽ ഒബ്ജക്റ്റും കൊണ്ടുവന്നു, ഫോറൻസിക് സയൻസ് ലാബറട്ടറിയിലെ റെക്കോർഡുകളെല്ലാം കോടതിയിൽ കൃത്യസമയം ഹാജരാക്കി, അതെല്ലാം തെളിവിക്കൊണ്ടുവന്നു. ഏതായാലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ കൃത്യമായി പോലീസ് ഏൽപ്പിച്ച ജോലി നിർവഹിച്ചു. അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള സാക്ഷികളെ എല്ലാം കൃത്യമായി അദ്ദേഹം വിസ്തരിച്ചു. അവരെ ക്രോസ് ചെയ്തപ്പോഴും അവരെ രക്ഷപ്പെടുത്താനായിട്ട് എത്തി. അതുപോലെ തന്നെ ഫോറൻസിക് ലാബറട്ടറിയിൽ നിന്നുള്ള എവിഡൻസുകളെല്ലാം കൃത്യമായിട്ട് കോടതിയിൽ പ്രസൻറ്റ് കോടതിയെല്ലാം ബോധ്യപ്പെടുത്തി. ഏതായാലും പ്രതാപ് ജി പടിക്കലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വക്കീലന്മാരും തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നു. DYSP MM ജോസിനെയും അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടാലൻറ്റ് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. നന്നായിട്ട് അദ്ദേഹം വേറെ 1-2 കേസും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസും നന്നായിട്ട് അന്വേഷിച്ചു. കുറ്റചാർജ് കൊടുത്ത് ഒരു ഡിഫക്റ്റ് ഇല്ലാത്ത ഒരു ചാർജ് ഷീറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇതുപോലൊരു കഠിനമായ ശിക്ഷ ആ പ്രതിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞത്. ഏതായാലും സങ്കടപ്പെട്ട് കോടതിക്കകത്തിരുന്ന നമുക്ക് വന്ദന ഏകമകളായ ഡോക്ടർ വന്ദനയുടെ മാതാപിതാക്കൾ കണ്ണീര് വാഴ്ത്തി കോടതിയിൽ ഇരിക്കുന്നത് നമ്മൾ കണ്ടു. വസന്തകുമാരിയും അവരുടെ വന്ദനയുടെ പിതാവ് KG മോഹൻദാസും ഒക്കെ നമ്മൾ കോടതിയിൽ കണ്ണീർ വാഴ്ത്തിയിരിക്കുന്നത് നമ്മൾ കണ്ടു. അവർ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് പത്രക്കാർ അവരെ വളഞ്ഞപ്പോഴും അവർ ഏകമകൾ ഏക ആശ്രയം അവൾ കൈവിട്ടുപോയി. ഇവർ ഒറ്റപ്പെട്ടു രണ്ടുപേരും. അങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയിലാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. ഏതായാലും വളരെ സങ്കടകരമായ ഒരു മരണമായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അത് ശ്രദ്ധിച്ച കാര്യങ്ങളാണ്. ഡോക്ടർ വന്ദനയുടെ 23ാമത്തെ വയസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന ആ കുട്ടി MBBS കഴിഞ്ഞു. അവിടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ അവസർജനയ്ക്ക് വന്ന കുട്ടിയാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ കുട്ടിക്ക് ഇതുപോലൊരു അന്ത്യം ഉണ്ടാകുന്ന. കുട്ടിയും പ്രതീക്ഷിച്ചില്ല, പേരൻസും ഇല്ല, ആർക്കും ഉണ്ടാകുന്നു. കേരളത്തിലെ ഡോക്ടർമാർക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെയുള്ള ത്രെട്ടുകൾ അവർക്ക് പല ഡോക്ടർമാർക്കും ജനറൽ ഹോസ്പിറ്റലുകളിലും അല്ലെ മെഡിക്കൽ കോളേജിലുള്ളവർക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും പലർക്കും പല അനുഭവങ്ങളും ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു ജീവൻ നഷ്ടപ്പെട്ട് ഒരു രോഗിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവരുടെ ജീവൻ വെടിഞ്ഞതാണ് നമ്മളിവിടെ കാണുന്നത്. ഏതായാലും വന്ദന ദാസിൻ്റെ ആ മരണത്തിൽ അവരുടെ വീട്ടുകാരോടൊപ്പം നമുക്കിവിടെ അവരോടൊപ്പം ആ ദുഃഖം പങ്കുവയ്ക്കാം. അതുങ്ങളുടെ ഒപ്പം നമുക്ക് ചേർന്ന് നിൽക്കാം. കാരണം ആ മാതാപിതാക്കൾക്ക് അവരുടെ മരണം വരെ ഈ കുട്ടിയെപ്പറ്റിയുള്ള ഓർമ്മകൾ മാത്രം മനസ്സിൽ അവശേഷിക്കുമെന്നുള്ള സങ്കടകരമായ ആ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും അവരെ ഏകമകളെ നഷ്ടപ്പെട്ട് രണ്ടുപേരും പത്രക്കാരുടെ മുമ്പിൽ ഇരുന്ന് വിതുമ്പുന്നത് ഒക്കെ നമ്മുടെ മനസ്സിൽ വന്നു. ഇതുപോലുള്ള സന്ദർഭങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നേരിടേണ്ടി വരും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവരോടൊപ്പം ചേർന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു അനിഷ്ടം ഉണ്ടാകും ആ പ്രതിയെ പിടിക്കാനും പ്രതിയെ ബലപ്പെടുത്തി കീഴ്പ്പെടുത്താനും ഒക്കെ തയ്യാറാകുന്ന ധാരാളം ആൾക്കാരുണ്ടാകും. എന്നാലും അവർക്കൊക്കെ റിസ്ക് ഉണ്ട്. ഇവിടെ ആ പ്രതിയെ കൊണ്ടുവന്ന പോലീസുകാർക്ക് കുത്തേറ്റു. ആശുപത്രിയിലുണ്ടായിരുന്ന ചില രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും ആശുപത്രിയിലെ സെക്യൂരിറ്റിക്കാർക്കും ഒക്കെ മർദ്ദനവും കുത്തുമൊക്കെ ഏറ്റു. അവരെല്ലാം അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. പിന്നെ അത്ര വയലൻ്റായി. ആ കൊച്ചിനെ അവരുടെ മടിയിൽ പിടിച്ചിരുത്തി അവിടുത്തെ കത്രി കൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് രഹസ്യമായി എടുത്ത് മടിയിൽ സൂക്ഷിച്ച ആ കത്രി കൊണ്ട് ആ കൊച്ചിനെ 27 തവണ മാറി മാറി കുത്തിയിട്ടാണ് അതിനെ കൊന്നത്. ഇയാളൊരു മാനസിക രോഗിയാണെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വക്കീലൊക്കെ ഇവൻ ഒരു മാനസിക രോഗി, കള്ളു കുടിച്ച് ഇവനൊരു ക്രിമിനൽ മൈൻഡുള്ളവനാണ്. കാരണം ഇവൻ പലരെയും ഇതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട് നേരത്തെ എന്നാണ് മനസ്സിലാക്കുന്നത്. ക്രിമിനാലിറ്റി കൊണ്ട് നടക്കുന്ന ഇങ്ങനെ പോലെയുള്ളവർ നമുക്ക് സമൂഹത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ തന്നെയും ശിഷ്ടകാലം ജയിലിൽ തന്നെ ഇയാൾ കഴിയും എന്നുള്ളതാണ് നമ്മളിപ്പം മനസ്സിലാക്കുന്നത്.